രാഹുൽ മാങ്കൂട്ടത്തിലിനെ കള്ളക്കേസിൽ കുരുക്കി തളയ്ക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ തെറ്റി. സെക്രട്ടേറിയറ്റ് മാർച്ചും ട്രോളി ബാഗ് വിവാദവും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞപ്പോൾ ഇപ്പോൾ ദുബായ് കേന്ദ്രമാക്കി പുതിയൊരു പീഡന തിരക്കഥ അണിയറയിൽ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ വ്യാജ അതിജീവിതന്മാരുടെ മുഖം മൂടി വലിച്ചു കീറുവാൻ സുപ്രീംകോടതി അഭിഭാഷക ദീപ ജോസഫ് രംഗത്തെത്തിയിട്ടുണ്ട്. ചെറ്റക്കൂടിൽ നിന്ന് കൊട്ടാരത്തിലെത്തിയവർ മെനയുന്ന ഒരു പുതിയ നാടകമാണ് ദീപ കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് പൊളിച്ചൊടുക്കിയത്. കേരളം വ്യാജ അതിജീവിതന്മാരുടെ നാടാകും. എനിക്ക് കിട്ടിയ അറിവുകൾ ശരിയാണെങ്കിൽ അടുത്ത അതിജീവിത കളത്തിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു. അതും ദുബായ് ബേസ് ആണ്. ഇലക്ഷൻ വരെ ഇങ്ങനെ നീളും. അത് കഴിഞ്ഞാൽ കെട്ടടങ്ങും. തിരക്കഥ റെഡിയാണ്. പലരുടെയും ഔദാര്യം കൊണ്ട് ചെറ്റക്കുടിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തിയ കെട്ടിയോനെ കൂട്ടത്തിൽ നിർത്താതെ നാട്ടിലെ കൊട്ടാരം നോക്കാൻ ഏൽപ്പിച്ച ദുബായിൽ വിലസുന്ന ആളാണ് അടുത്തതായി അരങ്ങിലേക്ക് വരാൻ പോകുന്നത്. ഉടനെ തിരശീല പൊങ്ങും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വദേശത്തും പ്രവാസത്തുമുള്ള മലയാളികൾക്ക് വല്ലാത്ത നാണക്കേടായി മാറിയിരിക്കുന്ന ഈ സമ്പ്രദായം ഒന്ന് നിർത്തലാക്കാൻ വേണ്ട സത്വര നടപടികൾ എടുക്കുവാൻ കനിയണം. വ്യാജരെ നിർവ്യാജം അകത്തിടുവാൻ പോലീസിന് സഹായമുണ്ടാകണം. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഒരു പണിയുമില്ലാത്ത സത്യസന്ധത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മീഡിയയും സജീവമാകും. അഭിഭാഷകയായ ഞാൻ സത്യം തുറന്നു കാണിക്കാൻ നീതിക്ക് കൂട്ടുനിന്നിട്ട് മീഡിയ വാർത്ത കണ്ടു പകച്ചത്. ഞാനൊരു അതിജീവിതയെ ആരുടെയൊക്കെ ഗർഭം അലസിപ്പിച്ചു, ആർക്കൊക്കെയോ എതിരെ പരാതി കൊടുത്തു, മാനം പോയ പോലെ ആക്കിയ മീഡിയ അറ്റാക്ക് നമോവാകം. യഥാർത്ഥ അതിജീവിത ഇന്നും വെളിയിൽ നീതിക്കായി അലയുന്നു. കാരണം അവർ പെയ്ഡ് സർവീസിൽ വന്നവളായിരുന്നില്ല. പീഡകൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളും പീഡകരെ മന്ത്രിയും MLAയും ആക്കി വാഴിക്കുന്ന പാർട്ടിയും സർക്കാരും യഥാർത്ഥ അതിജീവിതമാരെ കണ്ടിൽ നിന്നും നടിക്കുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ആൾക്കൂട്ട അറ്റാക്കിലൂടെ നിശബ്ദയാക്കുന്നു. ഇതായിരുന്നു ആ പോസ്റ്റ്. സുപ്രീം കോടതിയിൽ ചില സാങ്കേതിക തിരിച്ചടികൾ നേരിട്ടുവെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയാണ് ദീപ. വ്യാജ പരാതിക്കാരെ നിർവ്യാജം അകത്തിടുവാൻ പോലീസിന്റെ സഹായം തേടുന്ന ദീപ രാഹുലിനെ പോലുള്ള യുവ നേതാക്കളെ ഇല്ലാതാക്കാൻ നോക്കുന്ന സിൻഡിക്കേറ്റിനെയാണ് വെല്ലുവിളിക്കുന്നത്. നീതിപീഠം സത്യം തിരിച്ചറിയുമെന്നും ഈ വേട്ടയാടലുകൾ അധികകാലം നീളില്ല എന്നുമാണ് രാഹുൽ അനുകൂലികളുടെ വാദം. പരീക്ഷണങ്ങൾ രാഹുലിന് പുത്തരിയല്ല. ഓരോ കേസിലും അദ്ദേഹം കൂടുതൽ കരുത്തനായി തിരിച്ചു വരികയാണ് ചെയ്തത്. ഇപ്പോൾ ദീപ ജോസഫ് ഉയർത്തിയ ഈ വ്യാജ അതിജീവിത വിവാദം ശരിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ രാഹുലിനെ കുരുക്കുവാൻ നോക്കിയവർ തന്നെ വെളിച്ചത്താകും. ബലാത്സംഗ കേസിലെ അതിജീവിതയെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ അഭിഭാഷക ദീപ ജോസഫിന് സുപ്രീം കോടതിയുടെ കടുത്ത പ്രഹാരം ഏൽക്കേണ്ടി വന്നിരുന്നു. ഒരു വനിതാ അഭിഭാഷകയിൽ നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റം പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസിലെ അതിജീവിതയെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ കേരള പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദീപ ജോസഫ് നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് മറ്റൊരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ എഴുതുവാൻ കഴിയുന്നത്? ഇതാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആരാഞ്ഞത്. ഈ പരാമർശങ്ങൾ നടത്തിയത് ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നുവെന്നും കോടതി ഓർമ്മിപ്പിച്ചിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷക എന്ന നിലയിൽ ഇത്തരം അധിക്ഷേപങ്ങൾ നടത്താൻ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയതാണ്. അതിജീവിതയുടെ ഭർത്താവ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ പ്രതികരിച്ചത് എന്ന ദീപയുടെ വാദവും കോടതി തള്ളുകയായിരുന്നു. അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ ദീപയ്ക്ക് എന്ത് അധികാരമാണുള്ളതെന്ന് കോടതി ചോദിച്ചു. നിലവിൽ ഹർജി തള്ളിയ സുപ്രീം കോടതി ആവശ്യമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുവാൻ ദീപ ജോസഫിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനിടയിലൊക്കെയും രാഹുലിന് വേണ്ടി അഭിഭാഷക ദീപ ജോസഫ് ഒരു അഗ്നിപർവ്വതമായി മാറുകയാണ്. ഈ ഒരു പോസ്റ്റിന് താഴെ നിരവധി പേരാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് കമന്റുകളൊക്കെ രേഖപ്പെടുത്തിയത്. അതിന് പ്രസക്തമായ കുറച്ച് കമന്റുകളിലേക്ക് കടക്കാം. ഇന്ദു രാജേഷ് എന്നൊരാൾ കുറിച്ചത്, അതുകൊണ്ടാകും ചിലരൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് പുറത്തിറങ്ങാമെന്ന് കരുതിയിട്ടുണ്ടാകും. ഇവളുമാർ എന്തൊക്കെ കാണിച്ചാലും എത്ര പരാതികൾ കൊടുത്താലും അതിജീവിതന്റെ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. സാബു കിഴക്കേക്കുഴി എന്നൊരാൾ കുറിച്ചത്, അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ഇമാതിരി തോന്നിയാസങ്ങൾ പിണറായിസ്റ്റുകളുടെ ശവക്കുഴി തോണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ. അതുവരെ അന്തമടിമകൾ പാണ്ടി നടക്കട്ടെ. റെജി ഷെബ എന്നൊരാൾ കുറിച്ചത്, നാണമില്ലാത്തവന്റെ ക്യാസനത്തിൽ ആല് കിളിച്ചാലും അതൊരു തണലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിണറായിക്കും അങ്ങേരെ താങ്ങുന്ന കുറെ മാപ്രകൾക്കും എവിടെന്നെങ്കിലും ഭർത്താക്കന്മാരെ ഡമ്മികളാക്കി ഇരുത്തി കാശുണ്ടാക്കുന്ന കുറെ രതിജീവിതന്മാരെ വാങ്ങി പുറത്തേക്ക് ഇറക്കാനല്ലേ അറിയൂ. എല്ലാത്തിനും അണിയറ പ്രവർത്തകർ ഒന്നു തന്നെ. കഷ്ടം. കേരളത്തിലെ സ്ത്രീകൾ ഇതിന് മറുപടി കൊടുത്തേ മതിയാകും. ഷംഷാദ് മീനോട്ട് എന്നൊരാൾ കുറിച്ചത്, നിയമപരമായി ഒന്നും നടക്കില്ല എന്ന് കണ്ടു. ഇനി അയാൾക്ക് പറ്റിയ ധാർമ്മിക വീഴ്ച പരമാവധി ഗോസിപ്പുകളും പരമാവധികളുമാക്കി അയാളുടെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കുക. അതാണ് ഈ ആനപ്പകയുമായി നടക്കുന്ന ഗ്രൂപ്പിന്റെ ലക്ഷ്യം. അതിലവർ കുറച്ചെങ്കിലും വിജയിച്ചുവെന്ന് പറയാം. അല്ലാതെ അതിജീവിതന്മാർക്ക് നീതി നേടിക്കൊടുക്കണം എന്നൊരു ആവശ്യം അവർക്കില്ല.
ഇനി അർജുൻ രവീന്ദ്രൻ എന്താ കുറിച്ചത്? ദീപ വക്കീൽ പറഞ്ഞതുപോലെ ഇന്ന് മയക്കുമരുന്നിനേക്കാൾ പേടിക്കേണ്ടത് ഈ മാധ്യമങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന വ്യാജ വാർത്തകളെയാണ്. മയക്കുമരുന്ന് സ്ലോ പോയിസൺ ആണെങ്കിൽ ഇവന്മാർ ആളുകളെ ഒരു നിമിഷം കൊണ്ട് മരണതുല്യരാക്കുന്നു. ഇവന്മാർ തമ്മിലുള്ള മത്സരത്തിനിടയിൽ അവനവന് റീച്ച് കൂട്ടാൻ വേണ്ടി എന്തു നെറികേടും ചെയ്തു കൂട്ടുവാൻ മടിയില്ലാത്ത രീതിയിൽ അധപ്പതിച്ചിരിക്കുന്നു. അത് മാത്രമാണോ ഇന്ന് ഏത് കള്ളക്കടത്തുകാരനും കൊള്ളക്കാരനും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ചാനൽ തുടങ്ങാമെന്ന സ്ഥിതിയാണ്. എന്നിട്ട് ഈ നിലവിലെ ചാനലുകളിൽ വലിയ മാധ്യമ ധർമ്മം വിളമ്പുന്നവരെ ഒരു 500 രൂപ പൊക്കി കാണിച്ചാൽ അങ്ങോട്ട് പോകും. പിന്നെ ആ കള്ളന്മാർ പറയുന്നതായിരിക്കും നമ്മൾ ജനങ്ങൾ കേൾക്കേണ്ട സത്യം. ഇതല്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിലിരിക്കുന്ന മാധ്യമങ്ങൾ നമ്മൾ കാണുന്നത്. അതുപോലെ വളരെ സത്യസന്ധമായി സാമൂഹിക പ്രതിബദ്ധതയോടെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ പുറന്തള്ളപ്പെടുകയും ചെയ്യും. നസീഫ് എന്നൊരാൾ കുറിച്ചത് ദുബായിൽ നിന്നല്ല അങ്ങ് അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വ്യാജ ജീവിതന്മാർ വന്നാൽ ഓടിക്കണം. യഥാർത്ഥ അതിജീവിതന്മാർക്ക് നീതിയില്ല. അവർക്ക് മുന്നിൽ ഒരു മാപ്രയുമില്ല. സ്പെഷ്യൽ ബൈറ്റുകൾ, ക്ലിപ്പിംഗ്സ്, ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല. പ്രബുദ്ധരായ കേരള ജനത എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ ചീഞ്ഞ രാഷ്ട്രീയം അതുകൊണ്ടാവും ചിലരൊക്കെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് പുറത്തിറങ്ങാമെന്ന് കരുതിയിട്ടാകും. ഇവളുമാർ എന്തൊക്കെ കാണിച്ചാലും എത്ര പരാതികൾ കൊടുത്താലും അതിജീവിതന്റെ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ കമന്റുകൾ.